ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മസാല ദോശയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് ചട്നിയും നമ്മളിന്ന് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ മുമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിരാനിട്ട് ഉഴുന്ന്, അതായത് കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ഉഴുന്നിന് 2 കപ്പ് മാവ് എന്ന അളവിനാണ് കേട്ടോ ഞാൻ ദോശമാവ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത ഉഴുന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായി അരച്ചെടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അതിന് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. ഇടിയപ്പപ്പൊടി മതിയാകുവേ. നല്ല 2 കപ്പ് ഇടിയപ്പപ്പൊടി ആദ്യം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് ആദ്യം ഇടിയപ്പപ്പൊടി കുഴയ്ക്കണേ. ഇടിയപ്പപ്പൊടി കുഴച്ച് കഴിഞ്ഞിട്ട് വേണം ഉഴുന്ന് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 8 മണിക്കൂർ വെക്കണം കേട്ടോ മാവേ. അപ്പോൾ ഇനി നമുക്ക് മസാല തയ്യാറാക്കിയാലോ. മസാല തയ്യാറാക്കാനായിട്ട് ഒരു 2 കിഴങ്ങ് വലിയതായിട്ട് അരിഞ്ഞത്, ഒരു സബോള, പിന്നെ ഒരു 3 പച്ചമുളക് എരിവിനനുസരിച്ചിടാം കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പില, മഞ്ഞൾ, ഇതെല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്കിട്ട് ഒത്തിരി വെള്ളം വേണ്ട, ഒരു ജസ്റ്റ് നിൽക്കുന്നത്ര വെള്ളത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. എടുത്ത നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് അവി കൊണ്ടൊന്ന് ഉടച്ച് വെക്കാം. ഒത്തിരി അങ്ങ് ഉടയ്ക്കേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് എടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഒരിത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവോള നമുക്ക് ജസ്റ്റ് ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് പച്ചമണം മാറ്റുമ്പോഴത്തേനും നമ്മൾ ഉടച്ച് വെച്ച നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കകത്തെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തിക്കുള്ള തക്കാളി ചമ്മന്തി ഉണ്ടാക്കാവേ. അതിനായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു തക്കാളി ഇട്ട്, തക്കാളി ഒന്ന് ജസ്റ്റ് പൊട്ടി വരുന്ന പരുവാകുമ്പോൾ തക്കാളി ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് തക്കാളി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ. എന്നിട്ട് ഒരു സവോള ജസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മുളകിൻ്റെ നിറമൊന്നും മാറാതെ അതിന് മുമ്പ് തന്നെ നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. അതിനുശേഷം നമ്മൾ വേവിച്ചിട്ട തക്കാളിയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാവേ. തൊലി ഒന്ന് ജസ്റ്റ് പൊളിച്ചെടുത്തിട്ട് തക്കാളി ഒരു 4 കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചിട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പോകണ്ട, ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാകണ്ട, ഒരു ജസ്റ്റ് ചെറിയൊരു തരിതരിപ്പ് വരുന്ന പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. പിന്നെ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ. അപ്പം പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ പരുവാണേ നമുക്ക് അരച്ചെടുക്കേണ്ടത്. നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പം നമ്മുടെ 2 തക്കാളി മസാല ദോശയ്ക്കുള്ള നമ്മുടെ എന്തൊരു കളറാണെന്ന് നോക്കിയാൽ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് സബോള ഒത്തിരി വഴറ്റി കളയാതെ നമ്മൾ ഒത്തിരി മുരിച്ചെടുക്കാതെ കണക്കിന് തീ ഓഫ് ചെയ്ത് മുളക് പൊടി ഇട്ടുകൊണ്ട് അതേ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മസാല ദോശയ്ക്ക് ആവശ്യമായ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാവേ. തേങ്ങ, ഇഞ്ചി, പിന്നെ ഇച്ചിരി കറിവേപ്പില, ഇത്തിരി മുളകും കാന്താരിയാണ് എടുത്തിട്ടുള്ളത്, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്കൊരു താളിപ്പ് റെഡിയാക്കി ഒഴിക്കാവേ. ഇത്തിരി കടുക് പൊട്ടിച്ച് വറ്റൽമുളകെല്ലാം ചേർത്ത് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കി, ഉപ്പില്ലെങ്കിൽ ഇത്തിരി കൂടെ ഉപ്പൊക്കെ ചേർക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ദോശയിലേക്ക് പോകാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരിത്തിരി നെയ്യ് പുരട്ടിക്കെടുക്കാവേ. തലേന്ന് അപ്പം ദോശമാവ് കലക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ദോശമാവ് ഇതേ ഒരു പരത്തി കൊടുത്തിട്ടുണ്ടേ. അപ്പം പരത്തി കൊടുത്തതിന് ശേഷം ഇത്തിരി തീ കുറച്ച് വെച്ചിട്ട് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ ദോശമാവ് പെട്ടെന്ന് പിടിക്കുമ്പം ഒരു ഇതായിട്ട് വരും കേട്ടോ, അത്ര ഇതായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ദോശയിലേക്ക് നമുക്ക് ദോശ ഇച്ചിരി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്തിരി നെയ്യൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലയൊന്ന് പുരട്ടി കൊടുക്കുക. അതിലേക്ക് മസാല വെച്ചതിന് ശേഷം നമ്മുടെ ദോശ ഇതേ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വലിയ ചട്ടി വേണമെന്ന് ഓർത്ത മസാല ദോശ ചുടാൻ ഇത്തിരി വലിയ ചട്ടി വേണം. എനിക്ക് ഇത്ര ഇല്ലായിരുന്നു. നമുക്കിവിടെ സാധാ ദോശ ചുടുന്ന ഇത്രയും വലിയ പാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ദോശയുടെ നമ്മുടെ തക്കാളി ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 2 മസാല ദോശ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കഴിച്ച് നോക്കിയാലോ. അടിപൊളി, അത് സൂപ്പറാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇടിയപ്പപ്പൊടിയും ഉഴുന്നും മാത്രം മതി കേട്ടോ. നന്നായിട്ട് കൈകൊണ്ട് മാവ് മിക്സ് ചെയ്യണം എന്നേ ഉള്ളൂ. ഒരു 8 മണിക്കൂർ ഇത് നന്നായിട്ട് മാവ് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി മസാല ദോശയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന അതേ രുചി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എനിക്കൊരുപാട് എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങൾ മസാല ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കേ.